ചർച്ച് ഓഫ് ഗോഡ് 175 രാജ്യങ്ങളിലായി 7500-ലധികം സഭകൾ സ്ഥാപിച്ചു. ചർച്ച് ഓഫ് ഗോഡ് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഒരു കുടുംബമായി കണക്കാക്കുകയും ഹിമാലയം മുതൽ അലാസ്ക വരെയും ആമസോൺ മഴക്കാടുകൾ വരെയും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും സഭകൾ സ്ഥാപിച്ചുകൊണ്ട് ദൈവസ്നേഹം കൈമാറുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ ക്രിസ്തുമതം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശുവിൻ്റെ പുതിയ ഉടമ്പടി പാലിക്കുന്ന ആളുകളുമായി ചർച്ച് ഓഫ് ഗോഡ് ജാതികൾക്കും വംശങ്ങൾക്കും അപ്പുറം കവിഞ്ഞൊഴുകുകയാണ്. ലോകമെമ്പാടും വികസിക്കുന്നതിൽ ചർച്ച് ഓഫ് ഗോഡ് അതിവേഗ വളർച്ച കൈവരിച്ചു. ക്രിസ്തു അൻസാഹോങ്ങിലൂടെ കിഴക്കൻ കൊറിയയിലെ ഒരു ദേശമായ ദക്ഷിണ കൊറിയയിൽ 1964 ചർച്ച് ഓഫ് ഗോഡ് ആരംഭിച്ചത്. വെറും അരനൂറ്റാണ്ടിൽ കൊറിയയിൽ 400ഓളം ചർച്ചുകളും ലോകമെമ്പാടുമുള്ള 175 രാജ്യങ്ങളിലായി 37 ലക്ഷം അംഗങ്ങളുള്ള 7500 ചർച്ചുകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന കാര്യാലയം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദൈവശാസ്ത്ര സെമിനാരി കൊറിയയിൽ മാത്രമല്ല ഓരോ ഭൂഖണ്ഡത്തിലും പ്രോഫറ്റ് സ്കൂൾ പ്രവർത്തിക്കുകയും ലോകമെമ്പാടുമുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ അധ്യക്ഷ അംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു.
വിവിധ സാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസ പരിപാടികൾ, ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊറിയ സന്ദർശിക്കുന്ന അംഗങ്ങൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ വിപുലീകരിക്കുവാൻ കഴിയുന്ന ഇടം എന്നിവയ്ക്കുള്ള വേദിയായി പരിശീലന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. The reality of this Jerusalem is our Heavenly Mother. I began to attend the Church of God because I was able to find definite answers to all my spiritual questions. I've learned a lot looking at the Church of God. They always have ideas on how to keep peace at home and peace within society. La verdad original de la iglesia primitiva de hace 2000 años ha sido restaurada en esta época en la Iglesia de Dios. The Church of God is the church that mankind has been waiting for. The Church of God is the only church that follows the new covenant established by Jesus and which the apostles like Peter and Paul kept. We're all part of a complete family. We have a father and a mother. And that makes the Church of God special. The Church of God is alive. ചർച്ച് ഓഫ് ഗോഡ് ഇന്ന് ഇവിടെ ആയിരിക്കേണ്ടതിന് മാതാവ് എല്ലായ്പ്പോഴും അംഗങ്ങൾക്ക് തൻ്റെ സ്നേഹത്തിലൂന്നിയ ഉപദേശങ്ങൾ നൽകി. അയൽക്കാരെ തങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുവാനും ഊഷ്മളമായ ഹൃദയത്തോടെ ലോകത്തെ നോക്കുവാനും മാതാവ് അവരോട് പറയുന്നു. ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി തീരുക. മാതാവിൻ്റെ സ്നേഹത്തെ വിലമതിച്ചുകൊണ്ട് ചർച്ച് ഓഫ് ഗോഡിലെ അംഗങ്ങൾ അവരുടെ മുതിർന്നവരെ ബഹുമാനിക്കുകയും അയൽക്കാരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. Aquí en el Perú necesitamos más voluntarios y ustedes son un buen ejemplo. Y gracias por responder como una iglesia bien organizada, con una linda misión. Muchas gracias. Heavenly Mother, you are a great inspiration to so many people around the world.
But the greatest strength of all, the greatest gift that we can give is love to one another. And that you have inspired this is a great gift to give to us as well. And I thank you. In all my time in Trafford, I have never seen as many people turn up or turn out to do a litter pick anywhere in the borough at all. And I think that is absolutely brilliant. You can come, but your pets can't. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായിരിക്കുവിൻ എന്ന ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് പാലിക്കുന്നു. Estoy muy agradecida con todos los hermanos de la Iglesia de Dios por el ánimo, por el trabajo y por el apoyo que nos han dado para limpiar el desastre que ha causado el Guadalquivir. More kids were like you guys. I'm serious. This would be a wonderful place, wouldn't it? Thank you. ആഗോള ഗ്രാമത്തിൽ പെട്ടെന്നുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അംഗങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വമേധയാ പ്രവർത്തിക്കുന്നു. The Church of God believe in God the Father and God the Mother in the Bible. ആഗോള സമാധാനത്തിനും മാനവികതയുടെ സന്തോഷത്തിനുമായി ചർച്ച് ഓഫ് ഗോഡ് അന്താരാഷ്ട്ര സംഘടനകൾ, സർക്കാരുകൾ, സ്ഥാപനങ്ങൾ, സമൂഹത്തിന്റെ വിവിധ മേഖലകൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. മെച്ചപ്പെട്ട ആഗോള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി ഭാവി തലമുറയിലെ പ്രധാന പങ്കാളികളായ യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സന്നദ്ധ സംഘടനാ ഗ്രൂപ്പ് ചർച്ച് ഓഫ് ഗോഡ് സ്ഥാപിച്ചു. അവർ തങ്ങളുടെ അയൽക്കാരെയും സമൂഹത്തെയും അവരുടെ അറിവോടും ഉത്സാഹത്തോടും കൂടി സുനിശ്ചിതമായ ശക്തിയോടെയും പ്രായോഗികതയോടും കൂടി മാനവികതയ്ക്കും ഭൂമിക്കും വേണ്ടിയുള്ള മാറ്റങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. കൂടാതെ ലോകം ഒരുമിച്ച് അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നങ്ങളിൽ അവർ ഉടമസ്ഥത ബോധത്തോടെ സജീവമായി പങ്കെടുക്കുന്നു. So I am very impressed with your global network and your enthusiasm and your focus on action now.
You reassure the world that the future is going to be brighter and better in your hands. May you continue to fulfill the mandate of your church and complement the Philippine government's goal of building climate-resilient communities. So great. I can't imagine what this would be like without the supporters here. That it was just like an Olympic Games. I don't see that much cheering and that much spectator excitement except in Korea. What's going on? And it turns out these beautiful people are here, giving so much love and joy. സമൂഹത്തിനു വേണ്ടിയുള്ള അവരുടെ അർപ്പണബോധമുള്ള ശ്രമങ്ങളെ സർക്കാർ അംഗീകരിച്ചു. 2015 അവർക്ക് പ്രസിഡൻഷ്യൽ ഗ്രൂപ്പ് അവലംബം ലഭിച്ചു. 2003 അവർക്ക് പ്രസിഡൻഷ്യൽ അവലംബം ലഭിച്ചു. 2004 അവർക്ക് മെഡൽ ഓഫ് മെറിറ്റ് നൽകി ആദരിച്ചു. കൊറിയ റിപ്പബ്ലിക്കിലെ 3 പ്രധാന സർക്കാരുകളിൽ നിന്ന് എല്ലാ അവാർഡുകളും ചർച്ച് ഓഫ് ഗോഡ് സ്വീകരിച്ചു. മാതാവിൻ്റെ ഉപദേശങ്ങൾ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ആചരിച്ച ഒരു യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഫലമായിരുന്നു ഇത്. അത്ഭുതകരമായ സുവിശേഷം. വിസ്മയകരമായ ചർച്ച് ഓഫ് ഗോഡ്. സുവിശേഷത്തിൻ്റെ ഒരു പുതിയ വിശുദ്ധ സ്ഥലമായി തീർന്നിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡിൽ പ്രത്യാശയുടെ തിളങ്ങുന്ന വെളിച്ചം ലോകത്തെ പ്രകാശിപ്പിക്കുന്നു.